ഇനി ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുകയാണ്. അമ്മയ്ക്കൊപ്പം അരക്ഷിതരോ കുട്ടികൾ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471 661 5881. തൊടുപുഴയ്ക്കും എടപ്പാളിനും പിന്നാലെ മലപ്പുറം കാളിക്കാവിലും 3.5 വയസ്സുകാരിയാണ് ഇവിടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. വീട്ടിൽ അമ്മയുടെ അമ്മ മുത്തശ്ശിയുടെ ക്രൂരമർദ്ദനത്തിനാണ് ഈ 3.5 വയസ്സുകാരി ഇരയായിരിക്കുന്നത്. അയൽവാസികൾ ചൈൽഡ് ലൈനെ അറിയിച്ചതോടുകൂടിയാണ് വാർത്ത പുറത്തുവരുന്നത്. ആഹാരം പോലും ലഭിക്കാതെ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. പട്ടാമ്പിയിൽ നിന്നും മണികണ്ഠൻ എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ മണികണ്ഠന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കേരളത്തിൽ തുടർക്കഥയാവുകയാണോ? തൊടുപുഴയ്ക്കും എടപ്പാളിനും പിന്നാലെ ഇപ്പോൾ ഈ കണ്ണീർ കഥ കാളിക്കാവിലും എത്തി നിൽക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? മണികണ്ഠനില്ല, വിഷ്ണു നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. വിഷ്ണുവിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? നമ്മൾ ഒരു കാര്യം നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിനചര്യ വേണം. മനുഷ്യരായി കഴിഞ്ഞാൽ നേരത്തെ കിടക്കണം, രാവിലെ എണ്ണീക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിലെ അമ്മമാരാണ്. അത് ഒരു കൊച്ചുകുട്ടിയായി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ജോലിയുണ്ട്. ജോലി ചെയ്ത് ആ സമയത്ത് പഠിക്കുക എന്നുള്ള കാര്യം, പിന്നെ കളിക്കുക, പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യം ആലോചിക്കാൻ സമയം കിട്ടത്തില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി. അതിനുശേഷം അവര് പഠിത്തം കഴിഞ്ഞിട്ട് പിന്നീട് ജോലി എത്തുമ്പോൾ ജോലി എടുക്കുക. ആ സമയത്ത് ഒരു ദിനചര്യ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആൾക്കാർ 11 മണി 12 മണി വരെ കിടന്നുറങ്ങുന്നു. ഇപ്പൊ രഞ്ജിനെ ആലോചിച്ച് നോക്കൂ, രാവിലെ എത്ര മണിക്ക് എണ്ണിക്കണം ഈ ജോലിക്ക് വരണമെങ്കിൽ അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും വരില്ല. അതാണ് ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാർ തന്നെ നോക്കാം. ചെന്നൈയിൽ നിന്ന് പ്രേമൻ ചേട്ടൻ, അതേ കണക്ക് തന്നെ ദാസൻ ചേട്ടൻ കണ്ണൂരിൽ നിന്ന് ഇവർ സ്ഥിരം വിളിക്കുന്നു. ഇവർ രാവിലെ എണ്ണിക്കുന്നു. ഇവരൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് സമൂഹത്തിനോട്. ഇതില്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം. നന്ദി വിഷ്ണു, താങ്കളുടെ പ്രതികരണത്തിന്. വയനാട് നിന്നും സൂഫി എന്ന പ്രേക്ഷകനാണ് നമ്മുടെ ചെയ്യുന്നത്. സൂഫിയുടെ അഭിപ്രായം എങ്ങനെയാണ്? തുടർക്കഥയാവുകയാണോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കേരളത്തിൽ? കേരളത്തില് എന്നും ഇത് ഒരു പതിവായിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ് ന്യൂസ് 8 ചർച്ച ചെയ്ത് കൂടി തന്നെ മനസ്സിലാവും. കാരണം ഈ ചെറിയ കുട്ടികൾ മാത്രമാണ് ഇത്തരം അക്രമം നടത്തുന്നത്. 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ മാത്രമാണ്. അതാണ് എന്റെ അഭിപ്രായം. സുഫി, ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിലും കുട്ടികൾ സുരക്ഷിതരല്ലേ? ഇവിടെ ഇപ്പോൾ 3 കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ തൊടുപുഴയിലും ഇപ്പോൾ ഈ കളിക്കാവിലും നടന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടിക്ക് ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ലേ? ഹലോ, പറഞ്ഞോളൂ. പിന്നെ ഇതിന് കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. കാരണം ഈ കുട്ടികളോടുള്ള അക്രമം എന്ത് കാരണമാണ് അത് ഇത് കൊടുക്കേണ്ടതാണ്. എന്താ പറയാ, രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് കൊടുക്കേണ്ടതാണ്. വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകൻ ചേർന്നു. ശ്രീ പ്രദീപ്, തൊടുപുഴയിൽ 7 വയസ്സുകാരൻ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ചത് നമ്മളൊന്നും മറന്നിട്ടില്ല. തൊട്ടു പിന്നാലെ തന്നെ വന്നു എടപ്പാളിലെ ബാലിയക്കെതിരായ മർദ്ദനം. ഇപ്പോൾ ഇതാ കാളിക്കാവിൽ എത്തി നിൽക്കുകയാണ് കഥകളെല്ലാം. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. ഇത് വളരെ കഷ്ടമായ ഒരവസ്ഥയാണ് കേട്ടോ. നമ്മുടെ ഈ പ്രത്യേകിച്ച് വളരെ വിദ്യാഭ്യാസ സമ്പന്നർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കേരളത്തില് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഒരുപക്ഷെ വളരെ ചുരുങ്ങിയ ജനസംഖ്യയാണുള്ള 3.5 കോടി ജനസംഖ്യയിൽ നിന്ന് നമ്മൾ ഇത്രമാത്രം ക്രൈം റിപ്പോർട്ടും ഇതേപോലത്തെ പീഡനങ്ങളും ഇതെല്ലാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലുതോ ആയിരിക്കണം. ഇതിന്റെ പ്രധാന കാരണം എന്നുള്ളത് പ്രത്യേകിച്ച് ഗ്രാസ് കുട്ടികൾ തന്നെ, കൊച്ചു കുട്ടികൾക്ക്, അതായത് ആണായാലും പെണ്ണായാലും കൊച്ചു കുട്ടികൾക്ക് തന്നെ ചെറുതിലേ ഉള്ള നല്ല വിദ്യാഭ്യാസം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, അടുത്തൊരാളിനോട് എങ്ങനെ പെരുമാറണം, ഇത്തരം കാര്യങ്ങൾ. അതിന് പുറമെ തന്നെ ഈ അമ്മമാര്, സ്ത്രീകള്, അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട തന്റെ കുഞ്ഞുങ്ങള് അവിടെ സുരക്ഷിതരമാണോ. ഞാനൊരാളെ രണ്ടാമത് കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോട് അവരുടെ കല്യാണം കഴിക്കണം, അതൊക്കെ ചെയ്യണം. ഭർത്താവ് മരിച്ചു പോയാലൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ കുട്ടികളുടെ സേഫ്റ്റി, കുട്ടികൾ എങ്ങനെ ഇരിക്കും, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ എത്രമാത്രം അവബോധമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ താൽക്കാലികമായ സുഖങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഈ ആദ്യത്തെ 7 വയസ്സുകാരന്റെ കാര്യത്തില് ആ സ്ത്രീ ചെയ്തത് അവരെ കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുവരെ അതിന്റെ ക്ലിയറായി വന്നിട്ടില്ല. വളരെ കഷ്ടമാണ്. ഈ നമ്മുടെ സമൂഹം വളരെ പുറകോട്ട് പോകുന്നു. ആർക്കും ആത്മാർത്ഥതയില്ല. താമരശ്ശേരിയിൽ നിന്നും ജെയിംസ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ജെയിംസ്, ഇവിടെ മർദ്ദനത്തിനിരയായിരിക്കുന്നത് 3.5 വയസ്സുകാരിയാണ്. ശരീരത്തിലാകെയും മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. ഭക്ഷണം നൽകുന്നില്ല എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ജെയിംസ് ഇപ്പോൾ ലൈനില്ല. കോഴിക്കോട് നിന്നും ഭാസ്കരൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഭാസ്കരൻ, കേട്ട് കാണുമല്ലോ എന്റെ ചോദ്യം. താങ്കളുടെ അഭിപ്രായം?
എൻ്റെ അഭിപ്രായം വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമമാണ് ഏറ്റവും ഈ ഇതെല്ലാം ചെയ്യുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യുക എന്നുള്ള ഒരു നിയമം ഉണ്ടായതുകൊണ്ട് പെണ്ണുങ്ങളോട് ഒരു കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല. ഒന്ന്. രണ്ടാം വിവാഹം ചെയ്യുന്ന എല്ലാവരും ഈ അവരവരെ കാര്യം നോക്കുന്നില്ല. ആദ്യത്തെ ഭർത്താവിന്റെ കുട്ടീനെ എന്താവുന്നു എങ്ങനെയാവുന്നു തിരിഞ്ഞു നോക്കാത്തൊരു ബന്ധം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേന്ന് വെച്ചാൽ ആരും എന്ത് പറഞ്ഞാലും ശരി പെണ്ണുങ്ങളോട് ഒരു വാക്ക് പറയാൻ പറ്റില്ല. ഒരു സഹോദരി ആയിക്കോട്ടെ സ്വന്തം ഭാര്യ ആയിക്കോട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവർ നേരെ ബന്ധം വേർപെടുത്തേണ്ട നിയമത്തിലേക്ക് മാറുന്നു. കാരണം ഇതാണ് ഇവിടുത്തെ നിയമത്തിന്റെ പ്രശ്നം തന്നെയാണ്. നിയമം ആദ്യം മാറ്റണം. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടിരുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം പെൺകുട്ടികളോട് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാകുമ്പോഴേക്ക് അവൾ ആരെ കൂടെയെങ്കിലും പോകും. എന്തിന് സ്വന്തം ഒരു കല്യാണത്തിന് മോതിരം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പിൽ നിന്നിട്ട് താനെ വേറെ ഒരാളെ കൂടെ ഓടിപ്പോന്നു. എന്നിട്ട് ചോദിക്കാൻ പറ്റൂല ആർക്കും. ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സായി എൻ്റെ അധികാരം എൻ്റെ അടുക്ക്. അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളും എല്ലാം ആണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞ നിയമം ആ നിയമം മാറ്റിയേ നമ്മുടെ നാട് നന്നാവും. ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി അപ്പുറമായിരിക്കും ഇനി വരുന്നത് തലമുറ. ശരി, ഓർക്കാട്ടരിയിൽ നിന്നും ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിഞ്ചു കുട്ടികളെ മൃഗീയമായ രൂപത്തിൽ ക്രൂരമായ രൂപത്തിൽ മർദ്ദിക്കുകയും അവശരാക്കുകയും അവരെ കൊല്ലുകയും ഒരു സമീപനം ഇപ്പം അടുത്ത കാലത്തായിട്ട് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് വളരെ ശക്തമായ ഒരു നിലപാട്, അതായത് നിയമപരമായ നിലപാട് എടുത്തുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് സ്വൈരജീവിതം, കുട്ടികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആലപ്പുഴയിൽ നിന്നും ഷീന എന്ന പ്രേക്ഷകയാണ് ചേരുന്നത്. ഷീനയുടെ അഭിപ്രായം എങ്ങനെയാണ്? നമ്മുടെ പിഞ്ചു കുട്ടികൾ വീടുകളിൽ സുരക്ഷിതരല്ലേ? എന്താണ് താങ്കൾക്കിതിലുള്ള അഭിപ്രായം? എല്ലാ വീടുകളുടെയും കാര്യം പറയാൻ പറ്റത്തില്ല സാറേ. എന്നാലും കുറച്ച് വീടുകളിൽ കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല. കാരണം ശക്തമായ നിയമമില്ലാത്തതാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രവീന്ദ്രൻ എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. ശ്രീ രവീന്ദ്രൻ, അയൽവാസികൾ ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഈ ദാരുണമായ വാർത്ത പുറത്തുവരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഞാൻ കാണുന്നത് അയൽവാസികൾ പല പ്രാവശ്യം ഈ കാര്യം പറഞ്ഞിട്ടും അവർ കണ്ണടച്ച് വിട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേക്ക് അവർ വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിന് മുന്നേ ഇവർ ഇടപെടുവാൻ ഈ കൊച്ചിന്റെ ജീവിതം നമുക്ക് ഇന്നും ഈ ഭൂമി കണ്ടാണ്. രണ്ടാമത്തെ തള്ളന്മാർ അവരുടെ സുഖം നോക്കി അവരുടെ താല്പര്യത്തിന് അവരെ അനിങ്ങനെ പോവാണ്. ഇപ്പം ഇങ്ങനെ ഒരു മക്കളെന്ന് പറഞ്ഞ ചിന്തയൊന്നുമില്ല. അവരവരവരുടെ സുഖം നോക്കി ഇങ്ങനെ അവരുടെ കാര്യത്തിന് വേണ്ടി അവർ പോകുന്നു. ഇഷ്ടംപോലെ പൈസയും പണിക്ക് പോയാൽ ഇഷ്ടംപോലെ കാശും ജോലിക്ക് പോയാൽ ഇഷ്ടംപോലെ കാശും ഈ വരുമാനമൊക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടി കഴിയുമ്പോൾ അവരുടെ സുഖം നോക്കി അവർ പോകുന്നു. പിന്നെ ഇവിടുത്തെ ഇവൻ നാളെ 2 ദിവസം കഴിയുമ്പോൾ ഇവൻ സുഖമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി ചങ്കും പിരിച്ച് ഇവന് സാക്ഷി പറയുന്നവരുടെ മുന്നിൽ കൂടെ നടക്കും. ഇതാ ഏറ്റവും വലിയ ഇഷ്ടം. നമ്മുടെ നിയമമേ പൊളിച്ചെഴുതേണ്ട ഒരു കാലം കഴിഞ്ഞു പോയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി രവീന്ദ്രൻ താങ്കളുടെ പ്രതികരണത്തിന്. തൊടുപുഴയ്ക്കും എടപ്പാളിനും തൊട്ടു പിന്നാലെ കാളികാവിൽ എത്തി നിൽക്കുകയാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. അമ്മയ്ക്കൊപ്പം അരക്ഷിതരാണോ കുട്ടികൾ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.